പരീക്ഷാകാലമാണ് വരുന്നത്. ഇപ്രാവശ്യം നോമ്പിനാണ് SSLC. അതിപ്പോൾ വലിയ വിഷയമായിട്ട് ഇപ്പോൾ രക്ഷിതാക്കളൊക്കെ പറയണം. അപ്പോൾ എന്നോട് പലരും ചോദിച്ചു, പരീക്ഷല്ലേ, അപ്പോൾ പിന്നെ നോമ്പെടുക്കണ്ടല്ലോ. ഞാൻ പറഞ്ഞു, പരിശുദ്ധ റമദാനിലെ വ്രതാനുഷ്ഠാനം ഒഴിവാക്കുവാനുള്ള ഉദറുകളിൽ ഒരു ഉദറായിട്ട് പരീക്ഷയെ നമുക്ക് കണക്കാക്കാൻ പറ്റൂല. എന്നാൽ ഒറ്റയടിക്ക് ഞാൻ നോമ്പെടുക്കണം എന്നാരെയും നിർബന്ധിക്കുന്നില്ല. ഓരോരുത്തരും നോക്കുക. ചില രാജ്യങ്ങളിൽ കടുത്ത ചൂടിൽ റമദാൻ വരുന്നുണ്ടാവും. ചില സ്ഥലത്ത് അത്ര തന്നെ ദൈർഘ്യമില്ലാത്ത ചൂട്, അതല്ലെങ്കിൽ ആ നിലയ്ക്ക് പ്രയാസമില്ലാത്ത സ്ഥലങ്ങളുണ്ടാവും. എനിക്ക് ആ മക്കളോട് പറയാനുള്ളത്, SSLC ആവട്ടെ, MBBS ആവട്ടെ, ഏത് പരീക്ഷ വിശുദ്ധ റമദാനിൽ അഭിമുഖീകരിക്കേണ്ടി വരുന്നുണ്ടോ, പരീക്ഷാ ദിവസങ്ങളിൽ ഒരൊറ്റ ഉമ്മമാരും ഉപ്പമാരും മക്കളോട്, മക്കളെ നിങ്ങളെ പരീക്ഷ കയ്യോളം നിങ്ങൾക്കൊന്നും നോമ്പ് നിർബന്ധമല്ല, നിങ്ങൾ പിന്നെ ഖളാ വീട്ടിയാൽ മതിയെന്ന് ദയവായി പറയരുത്. അതിന് വകുപ്പില്ല, അങ്ങനെ പറയാൻ വകുപ്പില്ല. ഒറ്റയടിക്ക് അങ്ങനെ പറയാൻ വകുപ്പില്ല. പിന്നെന്താ പ്രശ്നം? കുട്ടികൾ നോമ്പെടുക്കട്ടെ. നോമ്പെടുത്തിട്ട് പരീക്ഷ ഹാളിലേക്ക് പോകുമ്പോൾ ഇപ്പോൾ ഡോക്ടർമാർ ആ വിഷയത്തിലൊക്കെ എഴുതിയിട്ടുള്ള ലേഖനങ്ങൾ കുറേ ഞാൻ സെർച്ച് ചെയ്ത് നോക്കി. ഒരുപാട് ഡോക്ടർമാരുടെ അഭിപ്രായം, അത്താഴം നന്നായിട്ട് കഴിച്ച കുട്ടികളുടെ ഗ്ലൂക്കോസൊന്നും നഷ്ടപ്പെടുന്നില്ല, അവർക്ക് ഉച്ചവരെയല്ലേ പരീക്ഷ ഉള്ളൂ, അതുകൊണ്ട് ആ കാരണം പറഞ്ഞിട്ട് ആരും നോമ്പ് മുറിക്കാൻ പറയേണ്ട. ഇൻ കേസ് കുട്ടികൾ നോമ്പെടുത്ത് പരീക്ഷയ്ക്ക് പോകട്ടെ, സാധിക്കുന്നില്ല, ഇപ്പൊ വെള്ളം കുടിച്ചില്ലേ കുട്ടി തലയിട്ട് വീഴും എന്നൊരു ഘട്ടമുണ്ടോ, ആ കുട്ടി നോമ്പ് കുടിച്ചോട്ടെ, പിന്നെ ബാക്കി എടുത്തോട്ടെ. അതല്ലാതെ ആദ്യമേ വീട്ടിൽ നിന്നാണ്ട് ഓർഡർ പാസ്സാക്കണ്ട, നിങ്ങൾക്ക് നോമ്പൊന്നും എടുക്കണ്ട, അതൊക്കെ ഇസ്ലാമിൻ്റെ അളവുണ്ട്, നിങ്ങൾ പിന്നെ ഖളാ വീട്ടിയാൽ മതി, അങ്ങനെ അങ്ങ് നിസ്സാരായി പറയരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്നാൽ നോമ്പ് എടുക്കണം നിർബന്ധത്തിൽ ഞാൻ പറയണില്ല. അതാ ഞാൻ പറഞ്ഞത്, നോമ്പ് എടുക്കുക. സാധ്യമാകുന്നില്ലെങ്കിൽ മാത്രം എന്ത് ചെയ്യുക, ആ കുട്ടികൾ നോമ്പെടുക്കണ്ട. അതാണ് ആ വിഷയത്തിൽ പറയാൻ പറ്റുന്നൊരു വിധി ഞാൻ മനസ്സിലാക്കിയത്. വല്ലാഹു അഅലം. അപ്പം അതുകൊണ്ട് പരീക്ഷയിൽ നമുക്ക് ഉത്തരം തോന്നിപ്പിക്കേണ്ടതും പരീക്ഷയിൽ വിജയം നൽകേണ്ടതും ഉന്നത മാർക്ക് നമുക്ക് നൽകേണ്ടതുമൊക്കെ ആരാണ്? റഹ്മാനായ നമ്മുടെ റബ്ബാണ്. ആ റബ്ബിൻ്റെ ഈ ഒരു ഇബാദത്ത് അനുഷ്ഠിച്ചതിൻ്റെ പേരിൽ നമുക്കൊരു കഷ്ടപ്പാട് റബ്ബ് വരുത്തൂല.